അഭേദാശ്രമത്തിലെ കെടാവിളക്ക് പ്രകാശം പരത്തി തുടങ്ങിയിട്ട് 70 ആണ്ട്. 1955 അഭേദാനന്ദ സ്വാമികൾ ആദ്യമായി ഇവിടെ ദീപം തെളിയിക്കുന്നത്. അന്നു മുതൽ ഇന്നുവരെ ഇവിടെ ഭക്തർ ഹരേ രാമ മന്ത്രം ജപിച്ച് കെടാവിളക്കിനെ വലം വയ്ക്കുന്നു. തിരുവനന്തപുരം കോട്ടയ്ക്കകത്ത് പത്മതീർത്ഥക്കരയിലാണ് അഭേദാശ്രമം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് സമീപമുള്ള ഈ ആശ്രമത്തിൽ 70 വർഷമായി പ്രകാശം ചൊരിയുന്നൊരു വിളക്കുണ്ട്. അഭേദാനന്ദ സ്വാമികൾ തെളിയിച്ച കെടാവിളക്ക്. 1955 ഫെബ്രുവരി 24 സ്വാമി അഭേദാനന്ദ ഭാരതി കൊളുത്തിയ ഈ വിളക്കിന് ചുറ്റും ഹരേ രാമ മന്ത്രങ്ങൾ മുഴക്കി നാരദനെ പ്രതിനിധീകരിക്കുന്ന തമ്പുരുവുമായി ഭക്തർ പ്രദക്ഷിണം വയ്ക്കുന്നു. രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അഖണ്ഡ നാമജപവേദിയുടെ ചുമരുകളിൽ 4 ഭാഷകളിലായി ഹരേ രാമ മന്ത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുമുണ്ട്. രാമ രാമ ഹരേ ഹരേ. കലിസന്ധരണ ഉപനിഷത്തിലെ മന്ത്രമാണ് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇതിനെ ഷോഡശ മഹാമന്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. കലിയുഗം എന്ന് പറയുന്നത് നാമയുഗമാണ്. കലിയുഗത്തിൽ നാമജപം കൊണ്ട് മാത്രം മറ്റു യുഗങ്ങളിൽ നമുക്ക് നേടിയ ഈശ്വര അനുഗ്രഹം ഈ കലിയുഗത്തിൽ നാമജപം കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കും. ബാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ള അഖണ്ഡ നാമജപവേദിയിൽ അവിഘ്നം ഈ മന്ത്രോച്ചാരണങ്ങൾ തുടരുന്നു. അഖണ്ഡ നാമജപവേദിയോട് ചേർന്ന് 4 വേദങ്ങളും ഒറ്റ പുസ്തകത്തിൽ കാണാം. ഗോരഖ്പൂർ ഗീതാ പ്രസ്സിൽ അച്ചടിച്ച 4 ഗ്രന്ഥങ്ങളിലൊന്നാണിത്. രാധാദേവിയുടെ മാർബിളിൽ തീർത്ത പ്രതിഷ്ഠയാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം. ദക്ഷിണേന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ഏക പ്രതിഷ്ഠയാണിത്. 60 വർഷങ്ങൾക്ക് മുൻപ് ജയ്പൂരിൽ നിന്നാണ് രാധാദേവിയുടെ പൂർണ്ണകായ പ്രതിമ കൊണ്ടുവന്നത്. ദേവിയുടെ പ്രതിഷ്ഠാപീഠത്തിന് കീഴിലുള്ള അറയിൽ 5 കോടിയിലധികം വരുന്ന ഹരേരാമ മന്ത്രങ്ങൾ എഴുതിയ കടലാസുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 70 വർഷമായി 24 മണിക്കൂറും ഇടതടവില്ലാതെ ഒരു തരത്തിലും മുടക്കം വരാതെ ഈ അഖണ്ഡനാമ ജപം ഇവിടെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവും പകലും ഇവിടെ വരുന്ന ഭക്തജനങ്ങളും ഈ ആശ്രമത്തിലുള്ള അന്തേവാസികളും എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് ഈ അഖണ്ഡനാമ ജപം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 18 മുതൽ വാർഷിക ദിവസമായ 24 വരെ നാമജപ സപ്താഹമായി ആഘോഷിക്കും. സപ്താഹത്തിന് അഖണ്ഡനാമവേദിയിൽ രാവിലെ മുതൽ സന്ധ്യ വരെ സമൂഹ നാമജപവുമുണ്ട്. അഭയം തേടി വരുന്നവർക്ക് ആശ്രയമാകുന്ന അഭേദാശ്രമത്തിൽ സമഭാവനയുടെ പ്രതീകമാവുകയാണ് ഈ കെടാവിളക്ക്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.